കോവിഡിന് വാക്സിൻ മാത്രമാണോ പ്രതിവിധി? കോവിഡ് പ്രതിരോധത്തിന് മരുന്നുകൾ ഉപയോഗിക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ആന്റിബോഡി ട്രീറ്റ്മെന്റിന് ICMR അനുമതി നൽകുകയും ഇന്ത്യയിൽ ഇപ്പോൾ ചികിത്സ നടന്നുവരികയും ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ചികിത്സകളാണ് കോവിഡിന് നൽകി വരുന്നത്? ഇത്തരം ചികിത്സകൾ കോവിഡിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം ഫലപ്രദമാണ്? ഇതിന് എത്ര ചിലവ് വരും? വിശദമായി തന്നെ പരിശോധിക്കാം വരുന്ന അരമണിക്കൂറിൽ. സ്വാഗതം കോവിഡ് ജാഗ്രതയിലേക്ക്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയുണ്ട്. കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം മേധാവി ജോസഫ് കെ ജോസഫാണ് നമുക്കിപ്പം ഇന്ന് അതിഥിയായുള്ളത്. ഡോക്ടർ, സ്വാഗതം. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ കേട്ടുവന്നിരുന്നത് ഈ കോവിഡിന് വാക്സിൻ മാത്രമാണ് ഇത് പ്രതിവിധി. അതോടൊപ്പം തന്നെ മാസ്ക് വെക്കുക, സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ പാലിച്ചു മാറി നിൽക്കുകയും ഈ വാക്സിൻ എടുക്കുകയും ചെയ്താൽ കോവിഡ് വരില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ചികിത്സ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? അതെ, ഇപ്പം നമ്മുടെ പുതിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ചിലർക്ക് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. അതായത് വാക്സിന്റെ 2 ഡോസ് കഴിഞ്ഞിട്ടും ചിലർ പോസിറ്റീവ് ആവണുണ്ട്. അതില് സ്വാഭാവികമായി പലർക്കും കേരളത്തിലെ വേറെ അസുഖങ്ങളും ഉണ്ടാവും. പ്രമേഹം രോഗം ഉണ്ടാവും, പ്രഷറിന്റെ അസുഖം ഉണ്ടാവും, ഹാർട്ടിന്റെ അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസർ രോഗം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കിട്ടിയ ഒരു പേഷ്യന്റ്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആശങ്ക ഉണ്ടാവും. കാര്യം ഞാൻ വാക്സിനേറ്റഡ് ആണെങ്കിലും സിവിയർ സിംറ്റംസ് ഉണ്ടാവോ ഇല്ലെന്നും. അപ്പൊ ഇത് പരിഗണിച്ചിട്ടാണ് WHO-യും ICMR-ഉം ഇന്ത്യയിലെ ആന്റിബോഡി കോക്ടെയിൽ അഥവാ റെജിന്യൂറോൺ എന്ന് പറയുന്ന ഒരു കോക്ടെയിൽ ആന്റിബോഡിയുടെ ബ്രാൻഡ് നെയിം ആണ്. അത് ഇംഡെസിവിമാബ് ആൻഡ് കാസ്രിവിമാബ് എന്ന് പറഞ്ഞ 2 കോമ്പോണൻസ് ആണ് അതിനോട്. അപ്പൊ അത് ഒരു ക്രൈറ്റീരിയ, ഒരു സെറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിന് കൊടുക്കാറാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. അപ്പോ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ പോസിറ്റീവ് ആവണ എല്ലാ പേഷ്യന്റിനും അത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അത് വാറണ്ടഡ് അല്ല. കാരണം അതിന് കോസ്റ്റ്ലി ആണ്. ഒരു പേഷ്യന്റിന് 60,000 രൂപയാണ് ഒരു വയലിൽ കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് കിട്ടുന്ന എല്ലാ പേഷ്യന്റിനും കൊടുത്തോ എന്ന് പറയുന്ന ഒരു തരം മരുന്നല്ല. കോവിഡ് വന്നു കഴിഞ്ഞിട്ട് സിവിയർ സിംറ്റംസ് വന്നേക്കാവുന്ന പേഷ്യൻസിനാണ് നമ്മളത് കൊടുക്കുന്നത്. അമിതവണ്ണം ഉള്ളവര്, അൺകൺട്രോൾഡ് ആയിട്ട് പ്രമേയമുള്ളവര്, ഹാർട്ട് ഡിസീസും സ്റ്റെന്റ് ഒക്കെ ഇട്ട പേഷ്യൻസ്, പ്രായമായ 60 വയസ്സിന്റെ മേളിലുള്ള പേഷ്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിംറ്റംസും ICU അഡ്മിഷനും അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റർ ഓക്സിജൻ റിക്വയർമെന്റ് വരുമെന്ന് ഭയന്നിട്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കോക്ടെയിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണവരും ഇത് അഫോർഡ് ചെയ്യാവുന്ന പേഷ്യൻസിനാണ് തൽക്കാലം നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇതൊരു OPD പ്രൊസീജിയർ ആയിട്ട് കൊടുക്കും. ഡോക്ടർ, ഇതിന് എത്രത്തോളം ചിലവ് വരും എന്നുള്ള കാര്യം ഡോക്ടർ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതെല്ലാം ചികിത്സകളാണ് നൽകി വരുന്നത്? ഈ ആന്റിബോഡി കോക്ടെയിൽ എന്നൊരു ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധശേഷി കൈവരിക്കാനോ അല്ലെങ്കിൽ രോഗം വന്നതിന് ശേഷം ശരീരത്തിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാനോ അത്തരത്തിലുള്ള ചികിത്സകളും നൽകി വരുന്നില്ല? അതായത് ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കോക്ടെയിൽ ആന്റിബോഡി, അതായത് ഇംഡെസിവിമാബും കാസ്ട്രിവിമാബും 600 mg വീതം നോർമൽ സെലൈനിൽ ഒരു IV ഇൻഫ്യൂഷൻ ആയിട്ട് 1 hourലാണ് പേഷ്യന്റ് ഇത് കൊടുക്കുന്നത് കോവിഡ് പോസിറ്റീവ് ആയവർക്ക്. എന്നിട്ട് നമ്മൾ അവരെ ഒരു 1 hour ഒബ്സർവ് ചെയ്തിട്ട് വീട്ടിൽ വിടാറാണ് പതിവ്. പക്ഷെ ചില പേഷ്യൻസ് ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞ് വേറെ ബ്രീതിങ് ഡിഫിക്കൽട്ടിയും ഓക്സിജൻ റിക്വയർമെന്റ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് കോക്ടെയിൽ ആന്റിബോഡിക്ക് പകരം നമ്മൾ ഓൾറെഡി അപ്രൂവ്ഡ് ആയ റെംഡെസിവിർ, സ്റ്റെറോയിഡ്, ക്ലെക്സിൻ ഇതൊക്കെ ഇഞ്ചക്ഷൻ രൂപത്തിൽ നമ്മൾ പേഷ്യന്റ് 3-4 ദിവസം കൊടുത്തിട്ട് പേഷ്യന്റ് എക്സ്റേയിനകത്തുള്ള ലങ് വേഴ്സണിങ് അല്ലെങ്കിൽ ന്യൂമോണിയ വേഴ്സണിങ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ 5-6 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ചില പേഷ്യൻസിന് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് പ്രമേയ രോഗം അൺകൺട്രോൾഡ് ആയിട്ടുള്ളവരും അമിതവണ്ണം ഉള്ളവരും അല്ലെങ്കിൽ പോസ്റ്റ് റീനൽ ട്രാൻസ്പ്ലാന്റോ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഈ എക്സ്റേയിൽ ആദ്യം കാണുന്ന ചേഞ്ചസ് അങ്ങ് വേഴ്സൺ ചെയ്യും. അതായത് ഓക്സിജൻ ഒരു 15 ലിറ്റർ കൊടുത്തിട്ടും ഫലപ്രദമായ ഒരു ഇംപ്രൂവ്മെന്റ് എക്സ്റേയിലെ കാണത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ തീവ്ര വിഭാഗ റൂമിലോട്ട് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ ഹൈ ഫ്ലോ നേസൽ ഓക്സിജൻ തന്നെ നമ്മൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് വെന്റിലേഷൻ, അതായത് നോൺ ഇൻവേസീവ് വെന്റിലേഷന്, ചില പേഷ്യൻസ് നോൺ ഇൻവേസീവ് വെന്റിലേഷനിലെയും ഫലപ്രദമായ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആവാണ്ട് വരുമ്പോഴാണ് ട്യൂബ് ഇട്ട് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള തീവ്ര അവസ്ഥയെ പോവാതിരിക്കാനാണ് ഈ ആദ്യം പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിന് നമ്മൾ ഈ കോക്ടെയിൽ ആന്റിബോഡി കൊടുക്കും. ഇൻഫാക്ട് പുതിയ പഠനത്തില് NEJM അങ്ങനത്തെ റെപ്യൂട്ടഡ് ലാൻസെറ്റ് ജേർണലിൽ പറയുന്നത് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ മ്യൂട്ടേഷൻസ് വരുമ്പോൾ ഈ കോക്ടെയിൽ ആന്റിബോഡി ഒരു സബ്ക്യൂട്ടേനിയസ് ആയിട്ട്, നമ്മൾ ഇൻസുലിൻ കുത്തുന്ന സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ്, ആ രൂപത്തിലെ പ്രൊഫൈലാക്സിസ് ആയിട്ട് വരെ ഈ ഡ്രഗ് ഇനിയുള്ള നാളുകളിൽ ചിലപ്പോൾ അപ്രൂവ്ഡ് ആയേക്കാം. അപ്പൊ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം, പ്രൊഫൈലാക്സിസ് ആയിട്ട് ഉപയോഗിക്കാം. വ്യക്തമാണ് ഡോക്ടർ. ചില പ്രേക്ഷകർ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. മാത്യു എന്നൊരു പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. അത് ഡോക്ടറോട് ചോദിക്കാം.
ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. യെസ് മാത്യു, ഹലോ സാറേ, പറഞ്ഞോ. ഞാൻ കോവിഡ് നെഗറ്റീവ് ആയ ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കുക, ഡ്രൈവറാണ്. ഉവ്വ്. അപ്പം കുറേ ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 5 ദിവസം വണ്ടി ഓടിക്കും. അപ്പോൾ ഭയങ്കര നെഞ്ചിനകത്ത് വേദനയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ചോദിക്കാം. അതിനെ കുറിച്ച് ചേട്ടന് സാറേ, അത് മാറാനുള്ള എന്നാ റെസ്റ്റ് എന്തെല്ലാം എടുക്കണം, അത് എങ്ങനെ മാറേണ്ട രീതി എന്ന് അറിയാനാണ്. ഓക്കെ മാത്യു, ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം അത് ഓൾറെഡി. പല ചാനലുകളിൽ എന്റെ സുഹൃത്തുക്കൾ IMA എന്നും ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് KGMO ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെയാണ് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് കോവിഡ് ലോങ് സിൻഡ്രോം. പേഷ്യന്റ് കോവിഡ് വന്നു, പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു, പേഷ്യന്റ് ആന്റിജൻ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരും. അൺഫോർച്ചുനേറ്റ്ലി പേഷ്യന്റിന് കോവിഡ് ഉണ്ടാക്കുന്ന ശരീരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ, അതിപ്പോ ശ്വാസം മുട്ടാവാം, ചുമയാവാം, നെഞ്ചുവേദനയാവാം, ശരീരത്തിലെ വേദനയാവാം, അല്ലെങ്കിൽ ക്ഷീണമാവാം, അല്ലെങ്കിൽ തലവേദനയാവാം. ഇത് മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും ഒരു ഇൻഫെക്ഷ്യസ് വൈറസ് മാത്രമല്ല, ബോഡിയിൽ ആപ്പാടെ ഒരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക വൈറസ് ആണ് ഈ കോവിഡ്. അപ്പോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ കോവിഡ് നമ്മുടെ മൂക്കിൽ കൂടെയും ത്രോട്ടിൽ കൂടെയും ബ്രീച്ച് ചെയ്തിട്ടാണ് ലങ്സിലോട്ട് കയറുന്നത്. അപ്പോൾ ചില കേസസിൽ അത് ബ്രീച്ച് ചെയ്യുന്ന മറ്റു അവയവങ്ങളിലും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കാൻ ഒരു ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടാക്കിയിട്ടാണ് ആ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ബോഡി നാച്ചുറലായി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സൈറ്റോകൈൻ സ്റ്റോം ബോഡിയുടെ ഓരോ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ബോഡിയിൽ ഉണ്ടാക്കിയിട്ട് പേഷ്യന്റ് ഓരോരോ അവയവങ്ങളിൽ ചിലപ്പം ഡാമേജ് ഉണ്ടാവും. അത് ലിവറിലാവാം, ഹാർട്ടിലാവാം, പാൻക്രിയാസിലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിലാവാം, തലച്ചോറിലെ ബ്രെയിനിലാവാം. അപ്പോൾ ഈ കോവിഡ് ഫെറ്റീഗ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് കോവിഡ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെറുതായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്വാസത്തിലെ കിതപ്പ് ഉണ്ടാവുക, ശ്വാസം മുട്ടുണ്ടാവുക, നെഞ്ചുവേദന ഉണ്ടാവുക, സിവിയർ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവുക. ഇതെല്ലാം ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയ സ്റ്റോമിന്റെ ഒരു എന്താ പറയുക, ഒരു സീക്വൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പൊ അത് തന്നെത്താൻ സെറ്റിൽ ആവും, പക്ഷെ 2-3 മാസം എടുക്കുന്നു മാത്രം. അപ്പൊ നമ്മൾ ജീവിതത്തിലോട്ട് സാധാരണ ജോലി ചെയ്യണവര് ആ ജീവിതത്തിന്റെ ഫിസിക്കൽ ലേബർ ഇൻവോൾവ് ചെയ്യുന്ന ജോലികൾ, അതിന്റെ ആഴം അല്ലെങ്കിൽ അതിന്റെ ഒരു തിരിച്ചു വരുന്ന ഒരു സ്പീഡ് കുറച്ച് സ്ലോ ആക്കണം. ഒരു ഗ്രഡേഷൻ വെച്ചിട്ട് വേണം തിരിച്ചു വരാൻ. ഇപ്പൊ ഒരു ഡ്രൈവർ ആണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് ലോങ് ഡിസ്റ്റൻസ് 12 hour ഓടിക്കുന്നതിന് പകരം ആദ്യം 1-2 മണിക്കൂർ ദീർഘം വരുന്ന യാത്രകൾ ഏറ്റെടുക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഹെൽത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത് പതുക്കെ 3-4 മണിക്കൂറുള്ള ഡ്രൈവിംഗ് ചെയ്യുക. അങ്ങനെ ക്രമേണ നമുക്ക് ഒരു നോർമൽ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ കോവിഡ് വന്നതിന് ശേഷം. അതിനുള്ള ക്ഷമ പേഷ്യൻസിനും വേണം. വ്യക്തമാണ്. ക്രമേണ അത് ശരിയാവും. വിജയകുമാർ ഒരു പ്രേക്ഷകൻ കൂടി തുടരുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന്. വിജയകുമാർ, എന്താണ് സംശയം? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഈ സാധാരണ ഈ കോവിഡ് മാറിയതിനു ശേഷമാണ് ന്യൂമോണിയ ബാധിക്കുന്ന ആൾക്കാർ. സാധാരണ ഈ കോവിഡ് മാറിയ ശേഷമാണ് ഈ ന്യൂമോണിയ ബാധിക്കുന്നത് മനുഷ്യർക്ക്. അതുപോലെ തന്നെ രോഗികൾ കോവിഡ് മാറിയതിനു ശേഷം പിന്നെ അവർക്ക് നെഞ്ചിനകത്ത് വേദന, ചുമയ്ക്കാനൊക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് വിജയകുമാർ ചോദിച്ച 2 രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കോവിഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസിലെ സിവിയർ ആയിട്ട് എഫക്ട് ചെയ്യണം. ഉദാഹരണത്തിന് വണ്ണം ഉള്ള ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ അമിതമായ ഷുഗർ ഉള്ള പേഷ്യന്റ്, അല്ലെങ്കിൽ നല്ലോണം വലിക്കുന്ന ഒരു പേഷ്യന്റ്, സ്മോക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള പേഷ്യന്റിലൊക്കെ കോവിഡ് വരുമ്പോ സംഭവിക്കുന്ന ലങ്സിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കുറച്ച് എക്സ്റ്റെൻസീവ് ആയിരിക്കും. ആ ഉണ്ടാക്കുന്ന ഡാമേജിനെയാണ് കോവിഡ് ഇൻഡ്യൂസ്ഡ് വൈറൽ ന്യൂമോണിയ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കോവിഡ് ന്യൂമോണിയ. ആ ന്യൂമോണിയ മൂലം ചില ആൾക്കാർക്ക് അതിലുണ്ടാക്കുന്ന ഇഫക്ട്സ്, ചിലപ്പോൾ ഓക്സിജൻ ഒക്കെ നമ്മൾ 7-8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊടുത്ത് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ആ ഒറിജിനൽ ന്യൂമോണിയ ഉണ്ടാക്കിയ ഫൈബ്രോട്ടിക് ചേഞ്ചസ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ചേഞ്ചസ് ലങ്സിന്റെ അകത്ത് മാറാൻ ചിലപ്പോൾ ഒരു 3-4 മാസം എടുക്കും. കാരണം ഒരു സ്കാറിംഗ് ലങ് ടിഷ്യൂല്, സ്കാറിംഗ് എന്ന് പറഞ്ഞ ഒരു പൊട്ടൽ പോലെ ലങ് ടിഷ്യൂല് ഉണ്ടാക്കുന്ന ആ ഡാമേജ് അത് തന്നെത്താൻ റിസോൾവ് ചെയ്യും, പക്ഷെ അത് ക്രമേണ മാറാൻ ഒരു 3-4 മാസം എടുക്കും. ഈ 3-4 മാസം ഇളവിലാണ് ഈ പേഷ്യന്റ് അനുഭവിക്കുന്ന സിംറ്റംസ് പേഷ്യന്റ് കാണിച്ചു തുടങ്ങുന്നത്. അതായത് കുത്തിച്ചോമ, എപ്പോഴും ഒരു ത്രോട്ട് ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കിതയ്ക്കുക. ഇതെല്ലാത്തിന്റെ റീസൺ ആ ലങ്ങിൽ ഉണ്ടാക്കിയ റെസിഡ്യൂവൽ ഡാമേജ് ആണ് ആദ്യം വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത്. ഇത് ഒരു വശം.
വേറൊരു വശം ഞാൻ പറഞ്ഞത്, ഈ ഡാമേജ് ചിലപ്പോൾ 4-5 മാസം കഴിഞ്ഞ് പേഷ്യന്റ് റിക്കവർ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആവും. പക്ഷെ ഈ പേഷ്യന്റിന് ബോഡി ഇമ്മ്യൂണോളജിക്കലി അല്പം വീക്കായി കിടക്കുക. അപ്പോൾ മറ്റേ തരം ന്യൂമോണിയകളും പിന്നീട് കോവിഡ് റിക്കവർ ചെയ്തൊരു പേഷ്യന്റ് ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞ് പുതിയതായി വേറെ ബാക്ടീരിയോ വൈറസ് കോസ് ചെയ്യുന്ന ന്യൂമോണിയ പേഷ്യന്റ് ചിലപ്പം കയറി പിടിക്കാൻ ലങ്സ്. കാരണം പേഷ്യന്റ് ഓൾറെഡി ഇമ്മ്യൂണോളജിക്കലി വീക്കായി കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നെ പോലത്തെ ഈ ഡയബറ്റോളജിസ്റ്റ് കോവിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഷുഗേഴ്സ് അതീവ ജാഗ്രതയോടെ ട്രീറ്റ് ചെയ്യുന്നത്. ഷുഗർ വെൽ കൺട്രോൾഡ് ആയ ഒരു പേഷ്യന്റിന് അങ്ങനെയുള്ള ഒരു ഡബിൾ ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു റീ ഇൻഫെക്ഷന്റെ റിസ്ക് കുറയും. കാരണം ഷുഗർ വെൽ കൺട്രോൾഡ് ആയ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മൾട്ടിവൈറ്റമിൻ ഒക്കെ കൊടുക്കും. ചില പേഷ്യൻസ് ചെയ്യുന്നത്, അവർ ആ കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് ഷുഗർ നമ്മൾ പറയുന്ന പോലെ ഇൻസുലിൻ ഒന്നും എടുക്കാണ്ട് വീണ്ടും ഷുഗർ കുറവാക്കും. അങ്ങനെയുള്ളവർക്ക് 2-3 മാസം കഴിഞ്ഞ് വേറെ രീതിയിൽ വേറെ കീടാണുകൾ കോസ് ചെയ്യുന്ന ന്യൂമോണിയ കയറി പിടിക്കാം. അപ്പൊ വളരെ സീരിയസ് ആവാനും സാധ്യതയുണ്ട്. കാരണം ലങ്സ് ഓൾറെഡി ഡാമേജ് ആയി കിടക്കും. അപ്പൊ ഇനി ഒരു തവണയും കൂടി ഡബിൾ ന്യൂമോണിയ അടിക്കുമ്പോൾ നേരെ ICU അഡ്മിഷനോ വെന്റിലേഷനിലോട്ട് പോവാം, മോർട്ടാലിറ്റി റേറ്റ് ഹയർ ആവാം. അതോടും കൂടിയേ നമ്മളിപ്പോ ഈ കോക്ടെയിലിന്റെ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഓൾറെഡി കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റൽ തെറാപ്പി കൊടുക്കാൻ നമ്മൾ നിർദ്ദേശിക്കണം ക്ലിനിഷ്യൻസ്. ഡോക്ടർ, ഈ ചികിത്സയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി പഠനങ്ങളിൽ വല്ലതും കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ഈ ആൻറ്റിബോഡി കോക്ടെയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടോ? സോഫാർ ICMR ഗൈഡ് ലൈൻസിലും WHO ഗൈഡ് ലൈൻസിലും അങ്ങനെ കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ടീനേജ് പിള്ളേർക്കും വളരെ യങ് ആയ പേഷ്യൻസിനും യാതൊരു കോമോർബിഡിറ്റി ഇല്ലാത്തവർക്ക് ഇത് തൽക്കാലം നമ്മൾ ഇപ്പം അഡ്വക്കേറ്റ് ചെയ്യണില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ ഉണ്ട്. നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് ആദ്യം ഒരു ഹൈ റിസ്ക് കൺസെന്റ് ഫോം സൈൻ ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. രണ്ടാമത് പ്രീ മെഡിക്കേഷൻസ് ആയ ആന്റി ഹിസ്റ്റമിൻ, അവല്, സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനും പാരസെറ്റമോൾ IV ആയിട്ട് പ്രീ മെഡിക്കേഷൻ കൊടുത്ത് ഒരു 20 മിനിറ്റ്സ് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ പേഷ്യന്റിനെയും കർശനമായി 1 hour എങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് പേഷ്യന്റിനെ നമ്മൾ വീട്ടിലോട്ട് വിടാറുള്ളൂ. ചില പേഷ്യന്റ് നമ്മൾ ഈ കോക്ടെയിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കും, പേഷ്യന്റിന് ECG ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗർ ഹൈ ആണ്, അല്ലെങ്കിൽ BP ഹൈ ആണ്. അങ്ങനെയുള്ളവരെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻഫ്യൂഷൻ കൊടുത്താൽ ഒരു 2-3 ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് വിടാം. ഡോക്ടർ, എന്തായാലും ഈ വിഷയത്തിൽ വ്യാപകമായൊരു ചികിത്സ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ആശങ്കകളുമായും സംശയങ്ങളുമായും പ്രേക്ഷകർ നമുക്കിപ്പം തുടരുന്നുണ്ട്. അവരിലേക്കെല്ലാം എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോവിഡിന് വാക്സിൻ മാത്രമല്ല, പുതിയ ചില ചികിത്സാ രീതികൾ കൂടി പ്രതിവിധിയായി ഉണ്ട് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ എന്തായാലും കോവിഡ് ജാഗ്രതയിൽ പരിശോധിക്കുന്നത്. നമുക്ക് അതിഥിയായി ഒപ്പമുള്ള ഡോക്ടർ നമുക്കിപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഈ പറയുന്ന രോഗം ഗുരുതരമായിരിക്കുന്ന ആളുകൾക്ക് മാത്രം ഈ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റ് നൽകിയാൽ മതിയാകും? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ എനിക്ക് പോയി ചികിത്സ തേടുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സാമ്പത്തിക ശേഷി, അതായത് ഇതിൻ്റെ ഒരു ചികിത്സയുടെ ചിലവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത്തരത്തിൽ ആ ഒരു ചിലവ് വഹിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഈ ചികിത്സ തേടുന്നതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ലില്ല. ഇത് ആക്ച്വലി 2 രീതിയിലാണ്. ഇത് ഈ കോവിഡ് പോസിറ്റീവ് ആയ എല്ലാ ആൾക്കാരും പോയി ഇത് നിർബന്ധമായി എടുക്കണം എന്നില്ല. നമ്മൾ അതിന്റെ സ്പെസിഫിക് ക്രൈറ്റീരിയ നോക്കണം. ഇപ്പം ഷുഗറിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ എപ്പോഴും 200ന്റെ മുകളിലുള്ള ഒരാള്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുള്ള ഷുഗർ 350ന്റെ മുകളിലുള്ള ഒരാള്, BMI വെച്ചിട്ടാണ് ഒബീസിറ്റി നമ്മൾ കണക്കാക്കണം. അപ്പൊ ഒരു മെയിൽ അബൌവ് 30 BMI, ഫീമെയിൽ അബൌവ് 28 BMI. പിന്നെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ റിസീവ് ചെയ്ത പേഷ്യൻസ് ലൈഫ് ലോങ് അവർ ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്നവരാണ്. അതുപോലെ ക്യാൻസർ രോഗങ്ങൾ ഉള്ളവരും സ്ട്രോങ് ആയ സൈറ്റോടോക്സിക് ഡ്രഗ്സ് എടുക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ അപ്പർ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് ഈ 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം പിന്നീട് ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷനും ഭീകരമായ ICU എക്സ്പെൻസസ് അവോയ്ഡ് ചെയ്യാം എന്നുള്ള ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു മരുന്നിന് നമ്മൾ തയ്യാറാവണം. രണ്ടാമത്, പാവപ്പെട്ടവർക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ആക്ച്വലി ഈ കോക്ടെയിൽ ആന്റിബോഡിയുടെ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതിനെക്കുറിച്ച് അതൊക്കെ കൂടെയാണ് നമ്മൾ ഇങ്ങനത്തെ ചർച്ചകൾ വരാൻ കാരണം. ആൾക്കാരുടെ ഇടയിൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഇന്റൻഷൻ തന്നെ. അപ്പൊ ആക്ച്വലി മെഡിക്കൽ കോളേജസിലെ ഇത് സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെയുള്ള കോളേജസിൽ പോയിട്ടാണ് നമ്മൾ കോക്ടെയിൽ ആന്റിബോഡി എടുക്കണമെങ്കിൽ അത് സൗജന്യമായിരിക്കും. അഫോർഡ് ചെയ്യണവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് എടുക്കാം. അങ്ങനെ വേണം നമ്മൾ ഇത് കാണാൻ. വ്യക്തമാണ് ഡോക്ടർ. ഏതെല്ലാം ആശുപത്രികളിൽ ഇപ്പോൾ ഈ ചികിത്സ ലഭ്യമാകുന്നുണ്ട്? മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നൊരു കാര്യം ഡോക്ടർ പറഞ്ഞു. മറ്റേതെല്ലാം ആശുപത്രികളിലാണ് ഇപ്പോൾ കേരളത്തിൽ? ഇപ്പം കേരളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റൽ വൺ ഓഫ് ദ അപെക്സ് സെന്റേഴ്സ് ആണ്. ഇൻഫാക്ട് മെയിൽ ആദ്യമായിട്ട് കോക്ടെയിൽ ആന്റിബോഡി കേരളത്തിൽ യൂസ് ചെയ്ത വൺ ഓഫ് ദ ഫസ്റ്റ് 3 ഹോസ്പിറ്റൽസ് നമ്മളാണ്. ഇത് കൂടാണ്ട് അമൃത ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. എന്റെ അറിവില് കിംസ് ട്രിവാൻഡ്രത്ത് ലഭ്യമാണ്.
ആസ്ട്ര മെഡ്സിറ്റിയിലെ ലഭ്യമാണ്, അപ്പോളോ ആഡ്ലക്സിലെ ലഭ്യമാണ്. ഇതാണ് എനിക്കറിയാവുന്ന മേജർ ഹോസ്പിറ്റൽസ്. ആൻഡ് മേ ബി രാജഗിരി, ആലുവ ഹോസ്പിറ്റൽ. ഇത്രയും ഹോസ്പിറ്റൽസിലാണ് മേജർ ആയിട്ട് പ്രൈവറ്റ് സെക്ടറിൽ അവൈലബിൾ ആയത് എന്റെ അറിവില്. കോഴിക്കോട് സൈഡിലെ ഒരു പക്ഷേ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല്, നേത്ര, അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയേക്കാം. ആസ്ട്ര മിംസ് അങ്ങനത്തെ സ്ഥലത്ത്. ഈ സ്വകാര്യ ആശുപത്രികൾ കൂടാതെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജസും എന്റെ അറിവില് എറണാകുളം ജനറൽ GH ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽസ് അവിടെയും ലഭ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ ഉറപ്പായിട്ട് അവൈലബിൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോ ജയകുമാർ. ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചെറിയ സംശയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം എനിക്ക് ഇതുവരെയും എന്റെ കുട്ടിയൊക്കെ എനിക്കോ ഇതുവരെയും കൊറോണ വന്നതായിട്ട് എനിക്കറിവില്ല. ഇനി വന്നിട്ട് പോയിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അപ്പം ഇതിലിപ്പോ വന്നിരിക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമായിട്ട് എനിക്കും മോൾക്കും മാത്രമായിട്ട്, അതായത് സ്മെല്ലില് ഒരു, അതായത് നമ്മളിപ്പം സവാളയായാലും അങ്ങനെയുള്ള ഇതൊക്കെ കട്ട് ചെയ്യുമ്പം നമുക്കൊരു തരം നമുക്ക് പിടിക്കാത്ത രീതിയിലുള്ള ഒരു സ്മെല്ലാണ് അനുഭവപ്പെടുന്നത്. ആഹാരത്തിനോട് ഒരു വെറുപ്പും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മുടെ പോക്ക്. അതിപ്പം എനിക്ക് മോക്ക് മാത്രമാണ് അതുള്ളത്, വൈഫിനും ഇല്ല, മോനും ഇല്ല. അത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇത് കൊറോണയായിട്ട് വല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സ്മെല്ലില് വല്ലാതെ നമുക്കത് ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ചില വളരെയധികം മണമുള്ള സാധനങ്ങൾ, അതായത് സോപ്പ്, ചന്ദനത്തിരി കത്തിക്കുമ്പം ഇങ്ങനെയൊക്കെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, അദ്ദേഹം പറയുന്ന സിംറ്റംസിന്റെ പേരാണ് ഹൈപ്പർ ഓസ്മിയ, അതായത് ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ടു സ്മെൽ. സാധാരണ ഒരാൾക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരുമ്പോഴാണ് അങ്ങനെ ഒരു ഹൈറ്റൻഡ് സെൻസ് ഓഫ് സ്മെല്ല് തോന്നുന്നത്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് നമ്മുടെ മൂക്കിലുള്ള ഹെയറിന്റെ സെൻസിറ്റിവിറ്റി കൂടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഈ കോവിഡിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ അവയവങ്ങളെയാണ് അത് എഫക്ട് ചെയ്യുന്നത് ഇപ്പോഴും പഠനങ്ങൾ നടന്നു തന്നെ ഉള്ളൂ. ഒരുപാട് പേർക്ക് പോസ്റ്റ് കോവിഡ് കൺഫ്യൂഷൻ, അതായത് ഓർമ്മക്കുറവ്, മെമ്മറി ലോസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൽ ഒന്നായിരിക്കാം ആ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ഞരമ്പ് രോഗങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും ഇപ്പം ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് ലാബ്സ് ഉണ്ട്. അപ്പൊ ആന്റിബോഡീസ് വെച്ചിട്ട് അവർക്ക് പറയാം, ഇപ്പം റീസെന്റ് വാക്സിനേഷൻ എടുത്ത ഒരാളുടെ ആന്റിബോഡി ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഹൈ ആയി കാണിക്കും. അപ്പൊ അത് വാക്സിനേഷൻ ഇൻഡ്യൂസ്ഡ് ആന്റിബോഡി സ്പൈക്ക് ആണ്. അതിന് റീസെന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആന്റിബോഡീസ് IgM എന്ന് പറയും. പക്ഷെ IgG എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആന്റിബോഡീസ്, ചിലപ്പം ഇൻഫെക്ഷൻ നേരത്തെ വന്നിട്ട് ഉള്ള ഒരു കാറ്റഗറി ആയിരിക്കാം. അപ്പൊ ആ ആന്റിബോഡിയുടെ പ്രൊപ്പോർഷൻ ആണ് കൂടുതൽ എങ്കിൽ രക്തത്തിൽ, ദാറ്റ് മീൻസ് പേഷ്യന്റ് നേരത്തെ കോവിഡ് വന്നു പോയിട്ടുണ്ട് വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോവിഡ് ഇൻഡ്യൂസ് ചെയ്ത ഹൈപ്പറോസ്മി ആയിരിക്കും മിസ്റ്റർ വിജയകുമാറും മോളും അനുഭവിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 2 രീതിയിലാണ്. സ്മെല്ല് തീരെ, അദ്ദേഹത്തിന് അരോമ അല്ലെങ്കിൽ ഓർഡർ തീരെ സെൻസിറ്റിവിറ്റി കൂടിയിട്ട് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ENT ഡോക്ടറിനെ ആദ്യം കണ്ടിട്ട് അതിനുശേഷം ഒരു ന്യൂറോളജിക്കൽ അസസ്മെന്റ് ചെയ്യണമായിരിക്കും. ഡോക്ടർ വിജയമാഞ്ഞൂർ പ്രേക്ഷകർ നെയ്യാറ്റിൻകരയിൽ നിന്നും, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ. വ്യക്തത കുറവെന്ന് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് മടങ്ങിയെത്താം. ഈ പറയുന്ന ICMRന്റെ അംഗീകാരം ഈ ആന്റിബോഡി കോക്ടെയിൽ ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ WHO അംഗീകാരം നൽകിയിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതിനപ്പുറത്തേക്ക് ആന്റിബോഡി കോക്ടെയിൽ ട്രീറ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട്? ഈ മരുന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലാണല്ലോ. അതായത് നമുക്ക് ലേറ്റസ്റ്റ് വളരെ എൻകറേജിംഗ് ബ്രേക്ക് ത്രൂ ന്യൂസ് ഉള്ളത്, അമേരിക്കൻ കമ്പനി മെർക്ക് എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ ഒരു പുതിയ ടാബ്ലറ്റ്, മൊൾനുപിറാവിർ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്, അത് ഈ വൈറസിന്റെ ജനറ്റിക് കോഡിനെ പറ്റിച്ച് വൈറസിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക പില്ലാണ്. ഭയങ്കര പ്രോമിസിംഗ് റിസൾട്ട്സ് ആണ് ഇതുവരെയുള്ള ട്രയലില് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത്. അത് മിക്കവാറും എമർജൻസി യൂസ് ഓതറൈസേഷൻ നവംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ മിഡിലെ അമേരിക്കയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിന്റെ ഗുണം ഏകദേശം ഈ കോക്ടെയിൽ ആന്റിബോഡിയുടെ പോലത്തെ സെയിം ഇഫക്റ്റ് ഒരു ഗുളിക കഴിച്ചിട്ട് പേഷ്യന്റെ വൈറസ് റെപ്ലിക്കേഷനെ റിട്ടാർഡ് ചെയ്ത് ഒരു കോമൺ കോൾഡായി മാറ്റിയെടുക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ബ്രേക്ക് ത്രൂ ട്രീറ്റ്മെന്റ് ആണ്. ഓൾറെഡി ഇന്ത്യയിൽ അവർ ചില
ഇന്ത്യൻ ഡ്രഗ് കമ്പനീസ് ആയിട്ട് ഇന്ത്യയിലെ ജനറിക്കായി ഉണ്ടാക്കാൻ വേണ്ടി മെർക്ക് കമ്പനി ഓൾറെഡി ചർച്ചയിലാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബ്രേക്ക് ത്രൂ ആണ്. കാരണം ഈ ഇഞ്ചക്ഷൻ കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് നോർമൽ സലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ മറ്റേത് വെറും ഗുളികയായിട്ട് 5 ദിവസം കഴിച്ചാൽ മതി. അപ്പോൾ പേഷ്യന്റിന് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ലെസ് ദാൻ 5% ആക്കി കുറയ്ക്കുകയാണ് അങ്ങനത്തെ പുതിയ വരാൻ പോണ തെറാപ്പീസ് ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു 3rd വേവോ 4th വേവോ ഉണ്ടായാൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രഗ്സ് നമ്മുടെ കയ്യിലെ വാക്സിനേഷന്റെ കൂടെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ ധൈര്യം ഉണ്ട് അപ്പോൾ കോവിഡ് ഫേസ് ചെയ്യാൻ ആസ് എ ഹെൽത്ത് വർക്കർ. പേഷ്യന്റിനും നല്ലതാണ്, നമ്മളെ പോലത്തെ ഡോക്ടേഴ്സിനും നല്ലത്. നമ്മുടെ സ്ട്രെസ് കുറയും. ഇതിന്റെയൊക്കെ പർപ്പസ് അതാണ്. ഈ ലോക്ക്ഡൌൺ അൺനെസസറി ആയിട്ടുള്ള ലോക്ക്ഡൌണും അവോയ്ഡ് ചെയ്യും. ഡോക്ടർ മുസ്തഫ എന്നൊരു പ്രേക്ഷകനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിക്കാം. സർ, ഞാൻ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഞാൻ കോവിഡ് തുടക്കത്തിൽ തന്നെ വിദേശത്ത് 2 വാക്സിൻ സ്വീകരിച്ച 1ാം മാസവും 2ാം മാസവും. ഇപ്പൊ ഒരു 1.5-2 മാസം മുന്നേ എനിക്ക് പോസിറ്റീവ് ആയി ഒരു സമയത്ത്. 18 ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവ് ആയി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 2 മാസമായി. ഇപ്പൊ വിദേശത്ത് തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് അതിൽ നെഗറ്റീവ് ആയിരുന്നു. 18 മണിക്കൂറിന് ശേഷം എയർപോർട്ടിൽ പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. എനിക്കാണെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ല, ഒന്നുമില്ല. അതിന്റെ ഫസ്റ്റില് കോവിഡ് വന്നപ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ഈ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും അത് പോസിറ്റീവായി സാർ? അതിന്റെ കാരണം എന്താണ്? 18 മണിക്കൂർ ആയല്ലോ 2ാമത്തെ ടെസ്റ്റ് എടുക്കുമ്പോ. അതായത് ഞാൻ പറഞ്ഞുതരാം മുസ്തഫ, അത് ചില ആൾക്കാർക്ക് നമ്മൾ ആദ്യം ആന്റിജൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് ആദ്യം ഉണ്ടായ കോവിഡ് ഇൻഫെക്ഷൻ സപ്പോസ് 2 മാസമായിട്ടുള്ളൂ നമ്മൾ മാറിയിട്ട് നെഗറ്റീവ് ആയിട്ട് 2 മാസമായിട്ടുള്ളൂ. അങ്ങനെയുള്ള പല പേഷ്യൻസിലെയും RT-PCR എന്ന് പറഞ്ഞ ഈ സെൻസിറ്റീവ് ടെസ്റ്റ് എയർപോർട്ടിലെയും UAE-യിലൊക്കെ പോകുമ്പോൾ RT-PCR ആണ് അവർ ചോദിക്കുന്നത്. ആ ടെസ്റ്റ് നെഗറ്റീവ് ഒരു ബോഡി പേഷ്യന്റ് ഓൾറെഡി കോവിഡ് വന്ന ഒരു പേഷ്യന്റിന്റെ RT-PCR നെഗറ്റീവ് ആവാൻ ചില പേഷ്യന്റ് 2-3 ഈവൻ 4 മാസം വരെ ടൈം എടുക്കും RT-PCR നെഗറ്റീവ് ആവാൻ. അപ്പോൾ RT-PCR ചില പേഷ്യന്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവ് കാണുമ്പോൾ ആ പേഷ്യന്റ് ആക്ച്വലി മറ്റുള്ളവർക്ക് ഇൻഫെക്ഷ്യസ് അല്ല, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ ഒരു അർത്ഥവുമില്ല അതില്. പക്ഷെ പേഷ്യന്റിൽ ഓൾറെഡി ഉണ്ടാക്കിയ ആദ്യത്തെ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ വൈറൽ ലോഡ് കാരണം RT-PCR നെഗറ്റീവ് ആവാൻ 2-3 മാസം എടുക്കും. പിന്നെ ഓരോ ടെസ്റ്റിന്റെ റിയേജന്റും അതിന്റെ ഉപയോഗിക്കുന്ന മെഷീനിലും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയലും ഒരു മെഷീനും റിയേജന്റ് ഉപയോഗിക്കുന്ന നെഗറ്റിവിറ്റി പിന്നെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയ ഒരു മെഷീനും റിയേജന്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയ അംശങ്ങൾ പോലും രക്തത്തിലുണ്ടെങ്കിൽ അത് പിക്കപ്പ് ചെയ്യും, അത് പോസിറ്റീവ് എന്ന് കാണിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ അർത്ഥം മുസ്തഫ മറ്റുള്ളവർക്ക് ഇൻഫെക്റ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ആക്റ്റീവ് കോവിഡ് ഇൻഫെക്ഷൻ സഫർ ചെയ്യണമെന്നൊന്നും അർത്ഥമില്ല. അതിന് നമ്മൾ വൈറൽ ലോഡും വേറെ ചില കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും മൈക്രോബയോളജിസ്റ്റും നോക്കിയിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ ആക്റ്റീവ് ഇൻഫെക്ഷൻ ആണോ എന്ന്. ഡോക്ടർ, എന്തായാലും ഇന്നത്തെ കോവിഡ് ജാഗ്രതയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. കോവിഡിന് വാക്സിൻ മാത്രമല്ല പ്രതിവിധി, മറ്റ് ചികിത്സാ രീതികൾ കൂടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ സർക്കാർ ആശുപത്രികളിലും കേരളത്തിലെ തന്നെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ആൻറ്റിബോഡി കോക്ടെയിൽ ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. എന്തായാലും ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 ആണ്.